ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ ഇവിടെ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങളിൽ കുറച്ച് ദോഷഫലങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്ന സമയമാണ്, ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ഈ ജൂൺ മാസത്തിൽ ചില കാർത്തിക നക്ഷത്രക്കാർക്ക് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന കരുതലോടെ മുന്നോട്ട് പോകാൻ അവർ അത്ര കണ്ട് ഗുണകരമായിട്ട് കാണുന്നില്ല. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രശംസ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ധനയോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂൺ മാസം. കലാരംഗത്ത് കലാകായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് നേട്ടത്തിൻ്റെ കാലം തന്നെയാണ്. എന്നാൽ നിങ്ങൾ എടുത്തു പറയേണ്ടത്, യാത്രാവേളകളൊക്കെ കരുതലോടെ വേണം. ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വജനങ്ങളുമായിട്ട് പിണങ്ങിക്കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട്. അവരുമായിട്ട് സുഹൃത്ത് ബന്ധത്തിലുണ്ടായിരുന്നവരൊക്കെ ആയിട്ട് ഒന്ന് പിണങ്ങി, അവരുമായിട്ട് കോൺടാക്ട്സ് ഒന്നുമില്ലാതെ ഒന്ന് മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഏത് വിധത്തിലുള്ള എതിർപ്പുകളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വാഹനങ്ങൾ മൂലം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളിലൊക്കെ അലസ മനോഭാവം ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ജൂൺ മാസം. കുടുംബ സ്വത്തുക്കളെക്കുറിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തിന്മേൽ തർക്കങ്ങൾ, ബന്ധുജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാര്യയുമായിട്ടൊക്കെ പൂർവാധികം സ്നേഹത്താൽ കഴിഞ്ഞു പോകാനുള്ള സംഭവമുണ്ട്. ഭാര്യയുമായിട്ട് ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ടൊക്കെ തന്നെ പോയി ഊഷ്മളകരമായിട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് അകാരണമായൊരു ഭീതി മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഈ ജൂൺ മാസം. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നേടിയെടുക്കണം എന്നൊരു അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ചില കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യവസായ രംഗത്ത് പ്രോഫിറ്റ് ഉണ്ടാവും, ചിലർക്ക് നെഗറ്റീവായിരിക്കും ഫലം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മുക്തമാകാനും വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ പ്രശ്നങ്ങളൊക്കെ. ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കുറച്ച് ഗുണഭാവത്തിലേക്കൊക്കെ പോകാനും മാനസികമായിട്ടും ഒക്കെയുള്ള വിഷമതകളൊക്കെ മാറി ബന്ധുക്കളായിട്ടുള്ള വിഷമതകളൊക്കെ മാറിയിട്ട് ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിൽ ദേവീക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. ദേവിക്ക് വെളുത്ത പായസം, വെളുത്ത പൂക്കളൊക്കെ, വെളുത്ത ഉടയാട സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ദേവിക്ക് രാവിലെ നിർമാല്യത്തിന് നാളികേരം കൊണ്ട് അല്ലെങ്കിൽ കരിക്കിൻ വെള്ളത്തിൽ അഭിഷേകം നടത്തുന്നത് ഗുണകരമായിരിക്കും. പാലഭിഷേകം, കരിക്കും വെള്ളത്തിൽ അഭിഷേകം നടത്തുന്ന അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ വെള്ളത്തിൽ അഭിഷേകം നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷങ്ങൾ ഒരു പരിധിവരെ മാറാൻ ഗുണകരമാണ്. ഒപ്പം ദേവിയെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ താങ്ങും തണലുമായിട്ട് നിങ്ങൾക്കുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു സമയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.